ഗാലെ ടെസ്റ്റിൽ ഋഷഭ് പന്ത് വീണ്ടും ഒരു മികച്ച തുടക്കം വലിയ ഇന്നിംഗ്സാക്കി മാറ്റാതെ പുറത്തായതോടെ താരത്തിന്റെ ഷോട്ട് സെലക്ഷനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ മുന്നേറുന്നതിനിടെയാണ് ഋഷഭ് പന്ത് 39 റൺസിന് പുറത്തായത്. 62 പന്തിൽ 39 റൺസ് അത്ര മോശം സ്കോറല്ല. പക്ഷെ പന്ത് പുറത്തായ രീതി തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 81-ാം ഓവറിലായിരുന്നു സംഭവം. പന്ത് ക്രീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഋഷഭ് പന്തിന്റെ ബാറ്റിന്റെ താഴത്തെ ഭാഗം തട്ടിയ ബോൾ ശരിയായി ടൈം ചെയ്യാനായില്ല. നേരെ മിഡ് ഓഫിലേക്ക് ക്യാച്ച്. ഇന്നിംഗ്സ് അവിടെ അവസാനിച്ചു. ഇതോടെയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് പന്തിന്റെ ഷോട്ട് സെലക്ഷനെ ആദ്യം ചോദ്യം ചെയ്തത്. കൈഫിന്റെ വിമർശനം വളരെ കൃത്യമായ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആക്രമണാത്മകമായി കളിക്കുന്നത് തെറ്റല്ല, പക്ഷേ ആക്രമണത്തിന് പിന്നിൽ സാഹചര്യ ബോധവും വേണം. ഇവിടെയാണ് കോമൺ സെൻസ് എന്ന ചോദ്യം ഉയരുന്നത്. പന്തിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ അദ്ദേഹത്തിന്റെ ആക്രമണാത്മക ബാറ്റിംഗ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും ഫീൽഡർമാരെ പിന്നിലേക്ക് മാറ്റി ബൗളർമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന അപൂർവ താരമാണ് പന്ത്. അദ്ദേഹം ക്രീസിൽ നിൽക്കുമ്പോൾ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിയും. അതിനാലാണ് പന്തിനെ വെറും പരമ്പരാഗത ടെസ്റ്റ് ബാറ്ററുടെ മാനദണ്ഡത്തിൽ അളക്കാൻ കഴിയാത്തത്. പക്ഷെ അതിന്റെ മറുവശവും നമ്മൾ കാണണം. ആക്രമണാത്മകമായ ക്രിക്കറ്റ് എന്നത് ഓരോ പന്തും ആക്രമിക്കണം എന്നല്ല. പ്രത്യേകിച്ച് പുതിയ ബോൾ ഉപയോഗിച്ച് ബോളർ ആക്രമിക്കുന്ന സമയത്ത് ഒരു ബാറ്റർ കുറച്ച് പന്തുകൾ ശ്രദ്ധിച്ച് കളിക്കുന്നത് സാധാരണ കാര്യമാണ്. കൈഫും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. വലിയ സ്കോർ നേടിയിട്ടുള്ള ബാറ്റർമാർ പോലും പുതിയ ബോളിനെതിരെ ആദ്യത്തെ കുറച്ച് ഓവറുകൾ സാഹചര്യം മനസ്സിലാക്കി കളിക്കാറുണ്ട്. അപ്പോൾ പന്തിന് എന്തുകൊണ്ട് അതേ ക്ഷമ കാണിക്കാനായില്ല? ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ഇന്ത്യ ഇതിനോടകം ശക്തമായ നിലയിലായിരുന്നു. ദേവ്ദത്ത് പടിക്കൽ മികച്ച സെഞ്ചുറിയുമായി ഇന്ത്യയുടെ ഇന്നിംഗ്സ് അടിത്തറയിട്ടിരുന്നു. KL രാഹുൽ 82 റൺസും നേടി. പിന്നീട് ധ്രുവ് ജുറേൽ പോലും വേഗത്തിൽ 51 റൺസ് നേടി. ഇന്ത്യ 460-9 എന്ന ശക്തമായ സ്കോറിലെത്തി. അതായത് ആ ഘട്ടത്തിൽ പന്തിന് നിർബന്ധമായും ആക്രമിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ഒരുപക്ഷെ ഇല്ല. കുറച്ച് ഓവറുകൾ കൂടി ക്രീസിൽ നിന്ന് സാഹചര്യത്തെ വിലയിരുത്തി കളിച്ചിരുന്നെങ്കിൽ പന്തിനൊരു വലിയ ഇന്നിംഗ്സ് തന്നെ നേടാൻ കഴിയുമായിരുന്നു എന്നാണ് വിമർശകരുടെ വാദം. എന്നാൽ ഇവിടെ പന്തിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. കാരണം പന്തിന്റെ ആക്രമണാത്മക സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാക്കിയത്. അദ്ദേഹം ഒരുപാട് തവണ ഇന്ത്യയെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി മാറ്റി ഒരു പരമ്പരാഗത ടെസ്റ്റ് ബാറ്ററായി കളിപ്പിച്ചാൽ പന്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രശ്നം ആക്രമണാത്മകമായി കളിക്കുന്നതല്ല, എപ്പോൾ ആക്രമിക്കണം എപ്പോൾ കാത്തിരിക്കണം എന്ന തീരുമാനത്തിലാണ്. അതുതന്നെയാണ് ഗെയിം അവയർനെസ്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. 5 ദിവസത്തെ മത്സരത്തിൽ ഒരു ബാറ്റർക്ക് ഒരേ രീതിയിൽ മുഴുവൻ സമയം കളിക്കാൻ കഴിയില്ല. പിച്ചിന്റെ സ്വഭാവം മാറും, ബോളിന്റെ പഴക്കം മാറും, ഫീൽഡ് മാറും, ബോളറുടെ തന്ത്രം മാറും. അതിനനുസരിച്ച് ബാറ്ററുടെ സമീപനവും മാറണം. പന്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ വിമർശനം അതുകൊണ്ടാണ് പ്രസക്തമാകുന്നത്. ഇതൊരു മോശം ഷോട്ട് മാത്രമാണോ, അതോ പന്തിന്റെ ബാറ്റിംഗിൽ വീണ്ടും ആവർത്തിക്കുന്ന ഒരു പ്രശ്നമാണോ? അതാണ് ഇനി നോക്കേണ്ടത്. കാരണം പന്ത് പലപ്പോഴും മികച്ച തുടക്കം നേടുന്നു, പക്ഷേ ആ തുടക്കം വലിയ സ്കോറാക്കി മാറ്റാൻ കഴിയാതെ പോകുന്നു. ഇത് ആരാധകരെയും മുൻ താരങ്ങളെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഗാലയിലെ 39 റൺസ് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. അതേസമയം ഒരു കാര്യം മറക്കരുത്, ഒരു കളിക്കാരനെ ഒരു ഇന്നിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്നത് ശരിയല്ല. ഋഷഭ് പന്തിന്റെ ടെസ്റ്റ് കരിയർ തന്നെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ തെളിവാണ്. വലിയ വേദികളിൽ ഇന്ത്യക്ക് നിർണായക ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. അതുകൊണ്ട് പന്തിനെ ടീമിൽ നിന്ന് പുറത്താക്കണം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ വിമർശനം വേണ്ട എന്നതും ശരിയല്ല. ഒരു ലോകോത്തര താരത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. പന്തിന് ആക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, പക്ഷെ അതോടൊപ്പം സാഹചര്യ ബോധവും വേണം. കാരണം ഒരു ടെസ്റ്റ് മത്സരത്തിൽ ചിലപ്പോൾ ഏറ്റവും മികച്ച ഷോട്ട് കളിക്കാതെ വിടുന്ന ബോളായിരിക്കും. അതിനാൽ ഗാലയിൽ പന്തിന്റെ 39 റൺസിനെ കുറിച്ചുള്ള യഥാർത്ഥ ചോദ്യം അദ്ദേഹം എന്തുകൊണ്ട് ആക്രമിച്ചു എന്നതല്ല, ആ സമയത്ത് ആക്രമിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നതാണ്.